ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെ കുക്കറിൽ ഇടുക. എന്നിട്ട് ഉപ്പും ഇട്ട് മുളക് പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും പെരുംജീരകവും കൂടെ ചതച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിലിടുക. കുക്കറിനകത്തിട്ടിട്ട് ഒരു ബീഫിൻ്റെ വേവ് അനുസരിച്ച് പലയിടത്തും പല രീതിയിലായിരിക്കും. അപ്പം ഇവിടെ ഞാനൊരു 8-9 വിസിലിട്ടിരിക്കും. ചിലയിടത്തൊക്കെ 6-5 മതിയായിരിക്കും. അത്രയും നേരം വേവിച്ചെടുത്തിട്ട് നമ്മൾ ഈ ചെറിയുള്ളിയും സവാളയും ഞാനിടും. ചിലവർ ചെറിയുള്ളി മാത്രമേ ഇടത്തുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ഈ പച്ചമുളകും സവാളയും പിന്നെ നേരത്തെ നമ്മൾ ചതച്ച് വെച്ചതിൻ്റെ ബാക്കിയില്ലേ ഈ പെരുംജീരകവും ചെറിയുള്ളിയും അതെല്ലാം കൂടി ഇട്ട് ഒന്ന് വരട്ടിയെടുത്തിട്ട് അതിലോട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ മീറ്റ് മസാല കൂടെ ചേർത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഈ മൂപ്പിച്ചെടുത്തതിനകത്തോട്ട് ഈ വെന്ത ബീഫിട്ട് നല്ലോണം വരട്ടി എടുക്കണം. അപ്പം നല്ല സ്വാദിഷ്ടമായ ബീഫ് വരട്ടിയത് റെഡി. പിന്നെ ചിലവർക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ ഇടാം. എനിക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമാണ്, അപ്പം ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തിടും. പിന്നെ ഉപ്പ് ആവശ്യാനുസരണം നിങ്ങൾ നോക്കിയിട്ട് ഇടുക.